സൂറത്തുൽ ബഖറയിലെ 245 ആയത്തിൽ കണ്ടോ, ഇവിടെ സ്വാദിന്റെ മേലൊരു സീനിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഓതേണ്ടത്? സ്വാദ് കൊണ്ടാണോ സീന് കൊണ്ടാണോ? പലർക്കും സംശയം ഉണ്ടാവും. അത് എങ്ങനെ മനസ്സിലാക്കേണ്ടത്? സ്വാദിന്റെ മേലെയാണ്, ചില സ്ഥലത്ത് സ്വാദിന്റെ മേലെ സീൻ ഉണ്ടാവും, ചില സ്ഥലത്ത് സ്വാദിന്റെ അടിഭാഗത്തായിരിക്കും സീൻ ഉണ്ടാവുക. രണ്ട് രീതിയിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ സ്വാദിന്റെ മേലെയാണ് സീനെങ്കിൽ സീന് കൊണ്ടാണ് ഓതേണ്ടത്. ഉദാഹരണമായിട്ട് വല്ലാഹു യഖ്ബിളു വയബ്സുതു വഇലൈഹി തുർജഊൻ. വയബ്സുതു, വയബ്സു സ്വാദല്ല, വയബ്സു ഇങ്ങനെയാണ് ഓതേണ്ടത്. കാരണം സ്വാദിന്റെ മേലെയാണ് സീനിട്ടത്. അതുപോലെ അഅറാഫ് സൂറത്ത്, ഈ അഅറാഫ് സൂറത്തിൽ 69 ആയത്ത് കണ്ടോ, ഇവിടെയും സ്വാദിന്റെ മേലെയാണ് സീനിട്ടത്. അപ്പൊ ഇവിടെയും ബസ്ത എന്ന് സ്വാദ് കൊണ്ടല്ല, ബസ്ത സീന് കൊണ്ടാണ് ഓതേണ്ടത്. ഓക്കെ, ഫസാദകും ഫിൽ ഖൽഖി ബസ്ത, ബസ്ത സ്വാദല്ല, ബസ്ത. മറ്റൊരു സ്ഥലം സൂറത്തു തൂറിൽ ഇവിടെ കണ്ടോ, ഈ മുസൈത്തിറൂൻ എന്നുള്ളതിന്റെ ആ സ്വാദിന്റെ അടിഭാഗത്ത് സീനിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്വാദിന്റെ തായ്ഭാഗത്ത് സീനിട്ടത് കൊണ്ട് ഒരിക്കലും സീൻ കൊണ്ട് ഓതൂല, സ്വാദ് കൊണ്ട് തന്നെയാണ് ഓതേണ്ടത്. അം ഹുമുൽ മുസൈത്തിറൂൻ, അം ഹുമുൽ മുസൈത്തിറൂൻ, മുസൈത്തിറൂൻ എന്നല്ല. അപ്പൊ ആകയാൽ സ്വാദിന്റെ മേലെയാണ് സീനിട്ടതെങ്കിൽ സീന് ആണ് ഉച്ചരിക്കേണ്ടത്. സ്വാദിന്റെ അടിഭാഗത്താണ് സീനെങ്കിൽ സ്വാദുമാണ് ഉച്ചരിക്കേണ്ടത്.